ചോദിച്ചാൽ എന്താ വെച്ചാൽ എന്റെ കൂട്ടുകാരോട് എനിക്ക് പറ്റിയ പണിയാണത്, ഇതിന് മറുപടി കൊടുക്കാൻ എനിക്കെന്താ അറിയില്ല. അവര് നല്ല ജോലി ഉണ്ടല്ലോ, എന്നെ സമർപ്പിക്കാൻ നടക്കുക ചീത്തപ്പേരുണ്ടാക്കണം. ചില ചെറുപ്പക്കാർക്കൊക്കെ തോന്നലുണ്ടാവും നമ്മൾ ചെയ്യുന്ന പണിക്കൂടെ എവിടെയെങ്കിലും എത്തുന്നിട്ടാ. ഞാൻ സത്യസന്ധമായിട്ട് പറയാം, നിങ്ങൾ എന്ത് പണി ചെയ്താലും വേണ്ടില്ല, നിങ്ങൾ വിചാരിക്കുന്ന സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ നിലവിലെ ജോലി കൊണ്ട് സാധിക്കില്ല. അത് തിരിച്ചറിയണി. കുറച്ച് നേരം ഒരു ബുക്കും ഒരു പേനയൊക്കെ എടുത്ത് 2 മണിക്കൂർ നിങ്ങളെ കുറിച്ച് നിങ്ങൾ എഴുതിയാൽ മതി. എത്ര രൂപ മിച്ചുണ്ട്, എത്ര രൂപ ശമ്പളമുണ്ട്, 5 കൊല്ലമായിട്ട് എന്താ പഠിക്കുന്നത്, അടുത്ത 5 കൊല്ലം എന്ത് ഉണ്ടാക്കുന്നൊക്കെ സ്വന്തമായിട്ടൊരു ബയോഗ്രഫി എഴുതി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ വണ്ടി എങ്ങനെയാണ് പോണത്. ചില ആൾക്കാർ അഭിമാനത്തോട് പറയും എനിക്ക് ഉച്ചയുടെ പണിയിട്ട് കുറെ പൈസ കിട്ടുന്നത്. 5 കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോൾ ബാങ്കിൽ ലോൺ കൂടിയിട്ടുണ്ടാവും. കഴിഞ്ഞ കൊല്ലം സ്വർണം ഒക്കെ കഴുത്തിലുണ്ടായിരുന്നു, ഈ കൊല്ലം സ്വർണ്ണമൊക്കെ ബാങ്കിലുണ്ടാവും. അതായത് നമ്മുടെ ചെലവുകൾ അധികരിച്ചുകൊണ്ടിരിക്കുക. അതായത് ചെലവ് എന്ന് പറഞ്ഞാൽ മറ്റേ റോക്കറ്റ് പോണ പോലെ, വരവെന്ന് പറഞ്ഞാൽ ആമഴ പോലെ തന്നെ. ഇത് എങ്ങനെ ഈ നമ്മൾ വിചാരിക്കും ഞാൻ വലിയ ചെലവ്, നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചോണ്ട് നിങ്ങൾ ആർഭാട ചെലവിന്റെ ആൾക്കാരാണ്. ഡെയിലി 50,000 രൂപ സാരി എടുക്കും, ഹോട്ടലിൽ കയറിയിട്ട് നല്ലോണം ചെലവാക്കും, അങ്ങനത്തെ ആൾക്കാരാണോ? നിങ്ങൾക്ക് കിട്ടുന്ന കാശ് മുഴുവൻ എങ്ങനെയൊക്കെ പൂത്തിരി കത്തിച്ചാൽ നിങ്ങൾ ആലോചിച്ചോണ്ട് നിങ്ങൾ അനാവശ്യ ചെലവിന് വേണ്ടിയിട്ടല്ല പൈസ ചെലവാക്കുന്നത് ആണോ? നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റണം, ഇങ്ങോട്ട് തികയുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ പ്രശ്നം വരുമാനം തന്നെയാണ്. വരുമാനം കൂട്ടാതെ ചെലവ് ഇങ്ങനെ കുറയ്ക്കാൻ വിചാരിക്കണ്ട. കുറച്ച് നമ്മൾ ഇറുക്കി പോലെ ആയിപ്പോ ചെലവ് കുറച്ച് ഇനി അതിൽ കൂടി നിങ്ങളുടെ കുറയ്ക്കാൻ. അപ്പൊ ചെലവല്ല നമ്മുടെ പ്രശ്നം, വരവാണ് പ്രശ്നം. ഈ വരവ് കൂട്ടാൻ എന്താ വഴി ചോദിച്ചാൽ എല്ലാവരും വിചാരിക്കും നാളെ ശരിയാവും, മറ്റന്നാൾ ശരിയാവും. നമ്മളൊരു വണ്ടിയിൽ ഇരിക്കുകയാണ്, വണ്ടി ഓടിക്കണം നമ്മളല്ലേ, വേറെ ആരോ. നമ്മൾ വിചാരിക്കുക ഇപ്പൊ സ്പീഡ് കൂടും, വണ്ടി ഇപ്പൊ സ്പീഡ് കൂടും, ഇത് കൂടുമോ? അറ്റ്ലീസ്റ്റ് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിട്ട് നമ്മൾ ആലോചിക്കണി ഇത് കൂടുമായിരിക്കും. വണ്ടിയുടെ ബസ്സിന്റെ ബാക്കിൽ പോയിട്ട് ഇപ്പൊ കൂടുന്നുണ്ട് കാത്തിരിക്കുക, അത് കൂടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് തുടക്കത്തിൽ ഇതിന് ആൾക്കാരെന്തെങ്കിലും പറഞ്ഞത് മറുപടി കൊടുക്കാമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ ഉൽപ്പന്നം വാങ്ങിച്ച കസ്റ്റമർ എന്റെ അടുത്ത് ചോദിച്ചോണെങ്കിൽ ആ സാധനം എന്തിനാ, ഈ സാധനം അടിപൊളിയാണല്ലോ, അത് ചോദിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ചും ഈ ബിസിനസിനെ കുറിച്ചും ഞാൻ പഠിക്കാൻ വരെ തയ്യാറായത്. ഇത് പഠിച്ചപ്പോൾ ആദ്യം ഇതിനൊരു ട്രെയിനിങ്ങിന് പോകേണ്ട ഒരവസ്ഥ വന്നു. ഇതുപോലത്തെ ഒരു മീറ്റിംഗ് ഒന്നും വന്നില്ല. അന്ന് ഒരു പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ എറണാകുളത്ത് പോകണം. കൊച്ചിയിലും മരടിലാണ് ഇതിന്റെ ഔട്ട്ലെറ്റ് ഉള്ളത്. ഇന്നിവിടെ അപ്പുറത്ത് ആർത്താറ്റി പോയ സാധനം കിട്ടും, അപ്പൊ നമ്മൾ എത്തണ്ട. പണ്ട് ഞങ്ങൾക്ക് സാധനം കിട്ടണമെങ്കിൽ ഞങ്ങൾ എവിടെ പോകണം? 1000 രൂപയുടെ സാധനം മേടിക്കാനാണെങ്കിൽ പോലും മരടിന് പോകണം. മരട് കൊച്ചി, അവിടെ എത്തണം. അപ്പൊ ഞാൻ എന്റെ സുഹൃത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ കൂടെ കാറിന് വേണ്ടിയിട്ട് എറണാകുളത്ത് പോയത് പ്രോഡക്റ്റ് എടുക്കാൻ പോയപ്പോൾ ഇതുപോലൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. ആ മീറ്റിങ്ങിൽ ഞാൻ പരിചയപ്പെടുത്തിയ വ്യക്തി പറയുന്നുണ്ട് എനിക്ക് കമ്പനി കൂടെ 2,10,000 വരുമാനം കിട്ടുന്നുണ്ട്. 2,10,000 വരുമാനം കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം അന്താളിച്ചു പോയി. കാരണം ആഴ്ചയിലാട്ടാ പറയണത്. ഞാനൊരു കൊല്ലം പണിയെടുത്താൽ പോലും എനിക്ക് മാസം കിട്ടുന്ന ശമ്പളം വെച്ച് ഒരു കൊല്ലം പണിയെടുത്താൽ പോലും 2,10,000 കിട്ടില്ല. എവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ നിങ്ങൾ വരുമാനം കണക്കിട്ടുകളാം, മൈലഫിന്റെ കൂട്ടണ്ടാട്ടാ, അല്ലാത്ത വരുമാനം. നിങ്ങൾ മാസം 10,000 രൂപ ശമ്പളത്തിൽ പണിയെടുക്കുന്ന ആളാണെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് എത്ര കിട്ടും? 1,20,000 കിട്ടുള്ളൂ. ഒരു മാസം 20,000 രൂപയ്ക്ക് പണിയെടുക്കുന്ന ആളാണെങ്കിലോ 2,40,000 കിട്ടുള്ളൂ. അത് ഒരു കൊല്ലം കൊണ്ട് കിട്ടുന്നതട്ടാ. അങ്ങനെയെങ്കിൽ ഇവിടെ ആഴ്ച 2,10,000 പറഞ്ഞത്. ഇത് എന്നെ സംബന്ധിച്ച് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഫീലായതുകൊണ്ട് ഞാൻ ഇവരോടൊക്കെ സംശയം ചോദിച്ചു. തെളിവൊക്കെ ഞാൻ വാങ്ങിച്ചു. തെളിവ് വാങ്ങിച്ചിട്ട് ഞാൻ ചോദിച്ചു 2,10,000 തെളിവൊക്കെ കണ്ടപ്പോൾ ചോദിച്ചത് 2,000 രൂപ ഇട്ടാൽ ഞാൻ എന്താ ചെയ്യണം? അപ്പോൾ എന്റെ മനസ്സിൽ എന്തായിട്ടില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു കളക്ടർ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ പഞ്ചായത്തില് നമ്മുടെ അവിടുത്തെ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരാൾ അയാൾ കളക്ടറായി. അതേ സ്കൂളിൽ പഠിച്ച കളക്ടറായി. നമ്മളെ കളക്ടറിനെ കൂടെ കാണുമ്പോൾ നമുക്ക് സംഭവമൊക്കെ നമുക്ക് അഭിമാനം തോന്നുകയാണെങ്കിൽ എനിക്ക് കളക്ടർ ആവണമെന്ന് തോന്നൽ വരുമോ? നമുക്ക് പറ്റില്ല അല്ലേ? പറ്റില്ല എന്നൊരു തോന്നൽ ആദ്യം നമുക്ക് എന്താ പറഞ്ഞെന്താണെന്നറിയോ? 2,10,000 അവർക്ക് കിട്ടുന്ന കിട്ടുന്നോണ്ട് എനിക്കൊന്നും കിട്ടില്ല. എനിക്ക് എത്ര കിട്ടുന്നു? 2,000 മതി. ഞാൻ കൊണ്ട് പറഞ്ഞു എനിക്ക് എത്രയും വേണ്ട എന്നെ പണിയെടുത്താൽ മതി അല്ല. നമ്മുടെ 500 പൊടിക്കിട്ട് ഇപ്പൊ 50,000 കിട്ടും. നിങ്ങൾക്ക് എത്രയും വേണ്ടത്? 2,10,000 മൈൻഡ് ബ്ലോക്ക് ആയിട്ട് അതിനോട് എഴുതും. ചില ആൾക്കാർ 2,10,000 എല്ലാവരും ബ്ലോക്ക്. അയ്യോ ആഴ്ച 2,10,000 ഇതിന് ബ്ലോക്കാം. അത് നിങ്ങൾ ചിന്തിക്കേണ്ട. എനിക്ക് വേണ്ടത് 2,000 ആയിരുന്നു. എന്റെ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞ 3 കാര്യങ്ങളാണ്.
നൗഷാദ് പല്ലേക്കിലേക്ക് ചോദിച്ചു. ഞാൻ പല്ലേക്ക് പോകണം, നിങ്ങൾ പല്ലേക്കില്ലേ ചോദിച്ചാൽ ഇല്ല പറയും. നിങ്ങളൊക്കെ പല്ലേക്ക് കുളിക്കും തിരുമ്പും. മൈ ലൈഫ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇത് ചെയ്യില്ലേ, ഇത് മാറ്റമൊന്നുമില്ലല്ലോ. നിങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് ആവശ്യമുള്ള പല്ലേക്കണ പേസ്റ്റും കുളിക്കുന്ന സോപ്പും ഡിഷ് വാഷ് ലിക്വിഡും ഒക്കെ എവിടെ നിന്ന് വാങ്ങി? പല കടകളിൽ നിന്ന് മേടിക്കാറില്ലേ? ആരെങ്കിലും വില കുറച്ച് തരാറുണ്ടാവും. നിങ്ങൾ മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിൽ വന്നിട്ട് ഈ കമ്പനിയുടെ ഐഡിയ അടിച്ചു കഴിഞ്ഞാൽ ഈ ഉൽപ്പന്നങ്ങളെല്ലാം 40% വില കുറവിലേക്ക് കിട്ടും. ഈ കാര്യം മനസ്സിലായില്ലേ? അതായത് ഈ ബിസിനസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ചെയ്യണ്ട. പക്ഷെ നിങ്ങളുടെ വീട്ടിലോട്ട് ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ 40% വരെ വില കുറവിൽ വാങ്ങിച്ച് ഉപയോഗിക്കാൻ വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചുകൊണ്ട് വന്നവരുടെ സഹായത്തോടെ സാധിക്കും. എന്താ വേണ്ടോ? ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാം, ഐഡി രജിസ്റ്റർ ചെയ്യാം. 40% വില കുറവിൽ ലൈഫ് ലോങ് കിട്ടും. ജീവിതകാലം മുഴുവൻ വില കുറവിൽ. നമ്മൾ തിന്നണ പൈസ നിങ്ങൾ നാട്ടുകാർക്ക് കൊണ്ടായി കൊടുക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കും. നമ്മൾ അധ്വാനിക്കുന്ന ഭൂരിഭാഗം പൈസ വിലയോടെയല്ല കൊണ്ടുപോകുന്നത്. സംശയം ഉണ്ടെങ്കിൽ അത് എഴുതി നോക്കിയാൽ മതി, മനസ്സിലാവും. കാരണം നമ്മള് പണിയെടുക്കണ മുഴുവൻ മറ്റുള്ളവർ കൊണ്ടുപോകും. അപ്പൊ ആദ്യം ഞാൻ മനസ്സിലാക്കിയത്, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ വീട്ടിലിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ 40% വില വാങ്ങിച്ചു ഉപയോഗിക്കും. ഇത് കിട്ടിയത് മനസ്സിലായത്. രണ്ടാമത്, കാശ് വേണോ? വലിയ ബുദ്ധിയൊന്നും ഇല്ലാണ്ട് ചെയ്യാന്നൊരു കാര്യം. ഞാൻ ഹോൾസെയിൽ വിലയ്ക്ക് മേടിച്ചു. ഈ സാധനം ചീഞ്ഞു പോണ മത്തിയും ഒന്നല്ല, എക്സ്പയറി 3 കൊല്ലമുള്ളതാ. ഞാൻ ഹോൾസെയിൽ വിലയ്ക്ക് മേടിച്ച് എന്റെ വീടിന്റെ അടുത്തൊക്കെ പല്ലേക്കണവരുണ്ട്, എന്റെ വീടിന്റെ അടുത്തില്ലേ കുളിക്കണവരുണ്ട്. ഇവരൊക്കെ പല കടയിൽ നിന്ന് MRP കൊടുത്ത് മേടിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവരാ MRP കൊടുത്ത് മേടിക്കുന്നതിന് പകരം എന്റേത് മേടിക്കുകയാണെങ്കിലോ? എന്റേത് മേടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അവരോട് പറയണം. മനസ്സിലായ? ഇപ്പൊ ഞാൻ പറയേണ്ട ആവശ്യമില്ല കേട്ടോ, അത് വേറെ കാര്യം. ഇപ്പൊ ഞാൻ ഇതിന്റെ ആളാന്ന് അവർക്കറിയാം. പണ്ട് ഞാൻ ഇതിന്റെ ആളാന്ന് അറിയില്ല. അപ്പൊ ഞാൻ പലരിടത്തും പോയി പറയണം ഇതേപോലെ. അപ്പൊ ഞാൻ രണ്ടാമത് മനസ്സിലാക്കിയ ഒരു കാര്യം, എനിക്ക് സാധനം ഉപയോഗിക്കുന്നവർ, എന്റെ വീടിന്റെ അടുത്തുള്ളവരൊക്കെ സാധനം മേടിക്കുന്നവരാ. അവരുടെ അടുത്തൊക്കെ പോയിട്ട് പല്ലേക്കണ പേസ്റ്റും കുളിക്കണ സോപ്പും നമ്മുടെ ആക്കുക. ഹോൾസെയിൽ വിലയ്ക്ക് നമ്മൾ മേടിച്ച് പരിസരത്തിലുള്ളവർക്ക് MRP കൊടുക്കുക. ചെറിയ വരുമാനമൊക്കെ കിട്ടും. ഒരു 50,000 റുപ്യൊക്കെ മാസം കിട്ടുന്നത് ധാരാളം. 50,000 ചെറുതല്ലേ അല്ലേ? നിങ്ങൾ മൈലേജിന്റെ 2-10 കേട്ടിട്ടാണ്. ഇവിടെ വലിയ ജോലിക്കാരന് ഒരു മാസം 50,000 ഇല്ല. അത് റീറ്റെയിൽ കിട്ടി കമ്പനി കൂടെ ഉണ്ടാക്കാം. ഇനി കുറച്ചുകൂടി കൂടുതൽ വരുമാനം അങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കള്, സുഹൃത്തുക്കള്, അയൽവാസികൾ എന്നോട് പറഞ്ഞതാട്ടെ, എന്നോട് അതുപോലെ പഠിപ്പിച്ചു തരാം. അയൽവാസികളെ, ബന്ധുക്കള് പല സ്ഥലങ്ങളുണ്ടാവില്ലേ? ഇവരൊക്കെ പലരും വീട്ടിലൊരാവില്ലേ? ഇവർക്ക് വരുമാനം കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ ഉണ്ടാവില്ലേ? അങ്ങനെയെങ്കിൽ അവരോട് പറയേണ്ടത്, നിങ്ങള് മൈ ലൈഫ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്, നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഹോൾസെയിൽ വിലയ്ക്ക് വാങ്ങിച്ച് ഉപയോഗിച്ചു. ID രജിസ്റ്റർ ചെയ്തിട്ട് ഹോൾസെയിൽ വിലയ്ക്ക് വാങ്ങിച്ച് ഉപയോഗിച്ചു. വേണമെങ്കിൽ ഇവിടെ അടുത്തുള്ള പരിസരത്തുള്ള ആൾക്കാർക്കൊക്കെ MRPക്ക് വിൽക്കും ചെയ്തോളൂ. അങ്ങനെയെങ്കിൽ ഒരു 100 കസ്റ്റമർ, കേരളത്തിന്റെ പല സ്ഥലത്തു നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ് ഉണ്ട് കേട്ടോ. 100 കസ്റ്റമർ അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഹോൾസെയിൽ വിലയ്ക്ക് ID വെച്ചിട്ട് എടുത്തു. എന്നാൽ ഒരാൾ 1000 രൂപയുടെ സാധനം വാങ്ങിച്ചു. അയാൾ ഉപയോഗിക്കുന്നുണ്ട്, അതിന് കുറച്ചാൾ വിൽക്കണും ഉണ്ട് വിചാരിച്ചോ. അങ്ങനെയെങ്കിൽ 100 പേര് 1000 രൂപയുടെ സാധനം വാങ്ങിച്ച് 2 രൂപ കച്ചവടം നടക്കും. കണക്കിലെങ്കിൽ ഇന്ത്യയൊക്കെ വീക്കാൻ എനിക്ക് മനസ്സിലായി. 100 വരിക 1 ലക്ഷം. 1 ലക്ഷത്തിന്റെ 12% എനിക്ക് കിട്ടും. 12,000 രൂപ. മനസ്സിലായ? ഇത് 3 ഇതിലൂടെ നടക്കുമെന്ന് മനസ്സിലായപ്പോ ബിസിനസ് സീരിയസ് ആയി ചെയ്തു. 2016 ഡിസംബർ മാസം 3-ാം തീയതി ട്രെയിനിങ് കേട്ടത്. ആദ്യം തന്നെ കിടന്ന് ഓടി. 2017 ജാനുവരി മാസം 3-ാം തീയതിയാണ് ഇതിലെ ഫസ്റ്റ് ട്രെയിനിങ് കിട്ടിയത്. അത് 1313 രൂപയാണ്. പലതൊന്നും കിട്ടിയിട്ടില്ല. 1313 രൂപ ആഴ്ച വരുമാനം. ഇത് കിട്ടിയപ്പോൾ നാട്ടുകാരോട് പറഞ്ഞപ്പോൾ ആദ്യം കിട്ടും, പിന്നെ കമ്പനി കൂട്ടും. ഇപ്പോഴും ചിലരും അവിടെ ഇരിക്കട്ടോ, അവരിപ്പോഴും കൂട്ടിയില്ല ഇരിക്കുക. എന്തായാലും എനിക്ക് വരുമാനം കൂടി സീരിയസ് ആയി പ്രവർത്തിച്ചു. അങ്ങനെ ആദ്യത്തെ 7 മാസം പാർട്ട് ടൈമറാണ്. 7 മാസം കഴിഞ്ഞപ്പോൾ ഇതിന് ആഴ്ച വരുമാനം 7000 രൂപയായി. അപ്പൊ ഞാൻ എന്റെ ജോലി കൂട്ടി. കമ്പനിയല്ല, ജോലി കൂട്ടി. കാരണം ജോലി കൂടെ ഞാൻ എവിടെ എത്തൂല എന്നുള്ള സത്യം. ചില സത്യങ്ങൾ നമ്മൾ വൈകിട്ടാണ് തിരിച്ചറിയുക. അതെല്ലാവരും കുഴപ്പമില്ല. ഈ തിരിച്ചറിവെന്ന് പറഞ്ഞ സാധനം അതൊരു സാധനം. അറിവുണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും നല്ലോണം അറിവുണ്ട്. എന്നിട്ടും ഈ വീട് വലിച്ച ക്യാൻസർ വരുന്ന അറിയാത്ത ആരെങ്കിലും ഉണ്ടാവും. പക്ഷെ നമ്മൾ വലിക്കും. ക്യാൻസർ വന്നിട്ട് ഡോക്ടർ പറയും വീടി വലിച്ചോണ്ടാ വന്നെന്ന് പറഞ്ഞാൽ വലിയ വല്ല കാര്യം ഉണ്ടാവും. ഇതാണ് പലർത്തും നടക്കുന്നത്. അപ്പൊ
അപ്പൊ എല്ലാവർക്കും അറിവുണ്ട്, പക്ഷെ തിരിച്ചറിവാണില്ലാത്തത്. എനിക്ക് തിരിച്ചറിവ് വന്നതെന്ന് അറിയോ? ഞാൻ ചെയ്യുന്ന ജോലി പോരടിക്കണ്ട, ഞാൻ ചെയ്യുന്ന ജോലി കൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാൻ എന്നും ഞാനിങ്ങനെ അരിഷ്ടിച്ച് മുഷ്ടിച്ച് കരിഷ്ടിച്ച് ജീവിക്കണം. എനിക്ക് അങ്ങനെ ജീവിക്കാനായിട്ട് പറ്റൂല. കാരണം ഞാൻ കൂലിപ്പണിക്കാരന്റെ മോനാ. അതുകൊണ്ട് തന്നെ പൈസയുടെ ഏറ്റവും വലിയ കഷ്ടപ്പാട് എന്റെ ചെറുപ്പത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് പറഞ്ഞ ഞങ്ങൾ ചിലപ്പോ ഇവിടെ ഉണ്ടെങ്കിൽ കരയിച്ചതിനെ കുറിച്ച് ഞാൻ കരയിക്കും. അപ്പൊ അതിന് ഞാൻ നിൽക്കണില്ല. അങ്ങനെ ഇരിക്കാൻ ഈ ബിസിനസിന്റെ സാധ്യത മനസ്സിലായതുകൊണ്ട് തന്നെ ജോലി റിസൈൻ ചെയ്ത് ഫുൾ ടൈം ആയി. പലരും എന്നെ വിളിച്ചു തുടങ്ങി, ചെക്കന് ഭ്രാന്ത് കൂടി, വട്ടാണ്, നല്ല പണിയുള്ളത് കളഞ്ഞേക്കാണ്, എന്നെ സംഭവിക്കാൻ നടക്കാണ്. എന്നാൽ ഈ പറയണ ഒറ്റ മക്കളും ദേവേഷത്തില്ല, അവിടെ എന്ത് വേണേ കുയിപ്പിച്ചോളാം. ഒരു 1000 ഒന്നും കൊടുത്തില്ല. പക്ഷെ ഇവിടെ കളിയാക്കാരും കുറ്റപ്പെടുത്താനൊക്കെ ഉണ്ടാവുള്ളൂ. അവരെ കളിയാക്കാൻ ഇങ്ങനെ കേൾക്കുമ്പോ നമുക്ക് പ്രതികാരം ചെയ്യുന്ന തോന്നല് നിങ്ങൾക്ക് തോന്നാറില്ലേ? എല്ലാവരും പോയിക്കണം. എനിക്കാണെങ്കിൽ ഭയങ്കര എന്ത് കേട്ടാലും അപ്പൊ പ്രതികരിക്കണം. അപ്പൊ ഞാൻ എന്റെ പ്രതികാരം 2017 ജൂലൈ മാസമാണ് ഒരു കാറ് വാങ്ങിച്ചിട്ട് കാണിച്ചു. നമ്മുടെ പ്രതികാരം എങ്ങനെ വേണ്ടത്? അവരെ പോയി തല്ലിയിട്ടല്ല, പകരം നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുക്കണം. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ മറ്റൊരു തുപ്പാണ് കൊള്ളാമ്പിയല്ല. പലരും ഇപ്പൊ എന്താ വിചാരിക്കുന്നത്, നിങ്ങളൊരു സ്വർണ്ണ കൊളാമ്പിയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും തുപ്പോ? നമ്മൾ ഗതിയില്ലാത്തവരാണെങ്കിൽ നമ്മളടുത്ത് എന്ത് വന്നു നമ്മൾ ചാന വരാളെ ഓടിക്കാറുള്ള അവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ പ്രതികരിക്കുന്ന അച്ചീവ്മെന്റിലൂടെയാണ്. അങ്ങനെ ആദ്യത്തെ കാറ് വാങ്ങിച്ച് ഓടിച്ചോടിങ്ങപ്പോൾ ഒരു പറഞ്ഞു, ഞാൻ ആദ്യത്തെ കാറ് വാങ്ങിച്ചപ്പോൾ അത് വലിയ രസമാട്ടോ. കാറ് ഓടിക്കാൻ എനിക്കറിയില്ല. സംഭവം ഞാൻ ലൈസൻസ് മുന്നേ എടുത്തിട്ടുണ്ട്, വലിയ ഊതിയുള്ളതുകൊണ്ട്. വണ്ടി ഓടിക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ വണ്ടി എടുക്കുമ്പോൾ വരെ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. ലൈസൻസ് ഉണ്ട്, അത് ഞങ്ങൾക്ക് ഇല്ലാന്ന് പറയില്ല. പക്ഷെ ഞാൻ ആരോട് വണ്ടി ചോദിച്ചാൽ എനിക്ക് ആരും വണ്ടി തരില്ല. കാരണം എന്താ, ഗതിയുള്ളത് പലരും കൊടുക്കാണ്ടാവും, ഗതിയില്ലാത്തവർക്ക് തരൂല. അങ്ങനെ വലിയ മോഹമൊന്നും വേണ്ട. അങ്ങനെ എനിക്ക് ആദ്യം ആരും വണ്ടിയൊന്നും തന്നിരുന്നില്ല. എന്റെ വണ്ടി മേടിച്ച് ആദ്യത്തെ ദിവസം തന്നെ ഞാൻ കൊണ്ട് ഇടിച്ച് രജിസ്ട്രേഷന് മുന്നേ ചേസ് പൊട്ടിച്ച് വരണ്ടിച്ചവാൻ. കാരണം എന്താ വെച്ചാൽ എന്റെ വീട്ടിലേക്ക് ഇറങ്ങുന്ന തൂണുണ്ടായിരുന്നു, തൂണ് ഞാൻ കണ്ടില്ല. എല്ലാരും കണ്ട തൂണ് ഞാൻ കണ്ടില്ല അതിൻ്റെ ഉള്ളിലിട്ടത്. അപ്പൊ എന്റെ വണ്ടിക്ക് നല്ല കുരുത്തുള്ള വണ്ടിയാണോ. അങ്ങനെ അതാണ് ഞാൻ വണ്ടി ഓടിച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. പക്ഷെ കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് ആ വണ്ടിയെ 30,000 കിലോമീറ്റർ ഓടിച്ചു. മനസ്സിലായില്ലേ? ആ വണ്ടി ഓടാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയെന്ന്. അങ്ങനെ ഓടിച്ചു. ഈ വണ്ടി മേടിച്ചപ്പോ എന്റെ നാട്ടുകാരും കുട്ടികളൊക്കെ അവിടെ പറയും, ചെക്കനെ അന്വേഷിച്ചപ്പോ വിറ്റലെന്ന് പറഞ്ഞ കാറൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മള് എന്താ പറയാ, മറ്റുള്ളവനെ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മള് പട്ടിപ്പണി എടുക്കാന്ന് പറയും. ഉണ്ടാവും രാവിലെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ രാത്രി അവര് സൂര്യൻ ഉദിക്കുന്നത് കണ്ടോ അസ്തമിക്കുന്നത് കണ്ടോ, നമുക്ക് രണ്ടും കണ്ടിട്ടാവില്ല. രണ്ടും കാണാണ്ട് കിടന്ന് ഓടിയിട്ടാണ് അങ്ങനെ പണിയെടുത്തിരുന്നത്. എന്നിട്ട് നമ്മൾ കാറൊക്കെ വാങ്ങിച്ചത് തുടക്കത്തില്. ഈ പറയുന്ന പോലെ ഒരു പ്രൊഡക്റ്റ് എടുക്കാൻ പോയി കൊച്ചി പോയി കഴിഞ്ഞാൽ വരുമ്പത്തും നട്ടപ്പാതിരാ, അല്ലെങ്കിൽ സാധനത്തിന് കോയമ്പത്തൂര് പോകണം. അവിടെ ഒന്നും ഇല്ല. അന്ന് അത്ര കഷ്ടപ്പാടുണ്ട്. ഇന്ന് ഒരു കഷ്ടപ്പാടില്ല. ഇന്ന് പണിയെടുക്കാൻ മടി മാത്രമല്ല. അതാണ് ഏറ്റവും വലിയ സങ്കടം. അന്ന് അങ്ങനെ പ്രവർത്തിച്ചു. ആദ്യം ഈ കാറൊക്കെ കിട്ടി ഓടി തുടങ്ങി. പയ്യ വരുമാനം കൂടി. ആഴ്ച വരുമാനം 17,000 20,000 ഒക്കെ ആയി. അത് ആഴ്ചയിലാട്ടോ. അങ്ങനെ കൂടുമ്പോൾ സുഖമുണ്ട്. ഞാൻ അടിവയറ്റിന്ന് ഞാൻ ഒരു സന്തോഷം പറ്റും. അത് ഞാൻ എല്ലാ ബുധനാഴ്ചയും വരുമ്പോൾ സന്തോഷം കൂടിക്കൊണ്ടിരിക്കും. പയ്യ വരുമാനം കൂടിയപ്പോൾ 2020 ഞാൻ പുതിയൊരു വീട് വെച്ചു. മൈലൈഫിൽ നിന്ന് കിട്ടിയ കാശുണ്ട്. അപ്പൊ പിന്നെ പഴയ പറച്ചിലൊക്കെ നിന്നൂട്ട് ആൾക്കാരുടെ. കാരണം എന്താ, എന്റെ തൊഴിലായിട്ട് ആൾക്കാരെ അംഗീകരിച്ചു തുടങ്ങി. അതുവരെ അങ്ങനെ എന്തോ തട്ടിപ്പായിരുന്നു. പിന്നെ ഞാൻ തൊഴിലായിട്ട് മാറി. അങ്ങനെ പയ്യ വരുമാനം കൂടി, കാറുകൾ മാറി. എന്റെ കൂടെ വന്ന ആൾക്കാര് ശരിക്കും പറയുകയാണെങ്കിൽ 22 ആൾക്കാര് പുതിയ കാറ് വാങ്ങിച്ചിട്ട്. അന്ന് ഞാന് ഒന്നിനും കൊള്ളാത്തതാണെങ്കിൽ ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ എന്റെ പഞ്ചായത്തിലെ ഏറ്റവും നല്ല ടാക്സ് അടയ്ക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ. സ്വാഭാവികമായിട്ട് ടാക്സ് അടയ്ക്കുന്ന എന്ത് കൂടിയിട്ടാണോ, വരുമാനം കൂടിയിട്ടാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയുന്നത് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് ചെയ്യാണ്ടിരിക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാല്, അവസരം എന്ന് പറഞ്ഞാൽ ഈ ബസ് പോലെയാണ്. ഈ ബസ് സ്റ്റോപ്പിൽ ബസ് വന്നു, നിങ്ങൾ കയറിയില്ല, ബസ് അങ്ങനെ നിൽക്കുക, അതാ ഇന്ന പാട്ടിന് പോകും. മനസ്സിലായെന്ന് വിചാരിക്കണം. ബസ് പോലെ നിങ്ങൾ കയറിയാലും കയറിയില്ല, ഈ സ്ഥലം പോകും. കയറി ഇവിടെ വിചാരിച്ചോട്ട് എത്തും. എന്നാ
പിന്നെ പോയ ബസ്സിനെ കൈയാട്ടാൻ കഴിക്കണം, അത് പോയി അടുത്ത് വന്നിട്ട് വേണം എപ്പോ വിളിച്ചിട്ടാ. ഇത് ഓപ്പർച്യൂണിറ്റി എപ്പോഴും എപ്പോഴും വരും കാത്തിരിക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളെ കൊണ്ടുവന്നവരെ വിശ്വസിക്കാൻ പറ്റുമോ പറ്റില്ല എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നില്ല. കൊണ്ടുവന്നവരെ നിങ്ങൾ വിശ്വസിക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. നിങ്ങളൊക്കെ ബസ്സിൽ കയറാറുണ്ടാ? ബസ്സിൽ കയറിയിട്ടുണ്ടാ? ബസ് ഡ്രൈവർമാർ നിങ്ങളെ അമ്മാവന്റെ മോനായിരിക്കും അല്ലേ? ആണോ? അത് നിങ്ങളുടെ കുടുംബത്തിലാരെങ്കിലും ആണോ? അയാളെ നിങ്ങൾ അറിയോ? അറിയില്ലെന്ന് ഉറപ്പല്ലേ? എന്നിട്ട് നിങ്ങൾ ധൈര്യത്തിൽ ആ ബസ്സിൽ കയറിയില്ലേ? നിങ്ങളുടെ ജീവനല്ലേ അവിടെ കൊടുക്കുന്നത്? ഒരു പരിചയമില്ലാത്തവരുടെ കയ്യിൽ നിങ്ങളുടെ ജീവനല്ലേ കൊടുത്തേക്കുന്നത്? സംശയമുണ്ടോ? നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ കയ്യിലിരിക്കേ? ഒരു പരിചയമില്ലാത്തവന്റെ അടുത്ത് നമ്മുടെ ജീവൻ കൊടുക്കാച്ചെങ്കിൽ അത്ര അടുപ്പുള്ള ഒരു സുഹൃത്തിന്റെ അടുത്ത് ഇതൊന്ന് കേട്ട് മനസ്സിലാക്കി ആപ്ലിക്കേഷൻ ഫിൽ ചെയ്ത് കുറച്ച് പ്രോഡക്റ്റ് നിങ്ങളുടെ ജീവിതം കാണാം. പല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നിൽക്കുന്ന പല കുടുംബങ്ങളും ബ്ലാക്ക് ആൻഡ് വൈറ്റ്. മക്കളെ പഠിപ്പിക്കാൻ കാശില്ല, വീടിന് വാടക അടയ്ക്കാൻ കാശില്ല, കറണ്ട് ബില്ല് അടയ്ക്കാൻ തെണ്ടുകയാണ്, പെട്രോൾ അടിക്കാൻ കാശില്ല, ലോണ് വരുമ്പോ എല്ലാം ബാങ്കിലും ലോണാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ അതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇവിടെ നിന്ന് കളറാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലക്ഷങ്ങളുടെ പ്രൊഡക്റ്റ് എടുക്കാൻ ഞാൻ പറയുന്നില്ല. ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് 10,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തുള്ളത്. അപ്പൊ ചിലരെന്നോട് ഞാൻ സ്ഥിരം കേൾക്കാറുള്ളൂ, അതുകൊണ്ട് ഞാൻ മറുപടി പറയണം കേട്ടോ. 10,000 എടുക്കേണ്ടിയിരിക്കുക. പഴയ വലിയ കട, നീ കട കിട്ട നല്ല പണി കണ്ടിട്ടാ ദൈവം വെട്ടിത്തെറിച്ചിട്ടിരിക്കുക. ഏത് വലിയ കടയിൽ 10-15 ലക്ഷം രൂപ ചിലപ്പോൾ കട ഉണ്ടാവും. നാളെ വീടും മറ്റൊന്ന് പിടിച്ചിട്ടിരിക്കുക. അതെന്തായാലും വീട്ടാൻ നിലവിലെ പണി കൊണ്ട് എത്തില്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞിട്ടും നാളെ വീട് വെച്ചിട്ട് ഇരിക്കാം. അങ്ങനെയുള്ളവർക്ക് പറയാനുള്ളത് ഒരു 10,000 കൂടെ കടം മേടിക്കും. അപ്പൊ മൊത്തം കട എത്രയായി? 15,10,000. ഈ 10,000 കടം നിങ്ങളുടെ മറ്റു 15 ലക്ഷത്തെയും വെട്ടിത്തരാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് നിങ്ങളെ. ഇത് ഹൃദയത്തിൽ തൊട്ട് നിങ്ങൾ ചെയ്താൽ വലിയ വിജയം ഉണ്ടാവും. കാരണം എന്റെ 8 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. എന്നെ ഇപ്പൊ നിങ്ങൾ കാണുന്ന പലരും നാളെ ഇതേപോലെ ആണെന്ന് വിചാരിക്കരുത്. അത് ചിലപ്പോൾ വലിയ തടി തലമുറ പോലെയോ. പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ 8 കൊല്ലം വേണ്ടി പണി ചെയ്തിട്ടാണ് ഈ നിലയ്ക്കായി. ചില ആൾക്കാർ ഇന്ന് വന്ന് നാളെ കോടീശ്വരനാണോ മറ്റൊരു ബെൻസ് കാർ മേടിക്കുന്നത് ആ ചിന്ത വെച്ച് 2 ദിവസം കൊടുക്കും, 3-ാമത്തെ ദിവസം കുത്തി കയറി വീട്ടിൽ കയറിയിരിക്കുന്നല്ല പറയുന്നത് ഇറങ്ങിയില്ലത്. അങ്ങനത്തെ ചിന്ത മാറ്റി ഒരു 3 മുതൽ 5 വർഷം വരെ ഇതിന് നിങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ ലൈഫില് ഒരാൾക്ക് പോലും നിങ്ങൾ ഓർമ്മിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇനി 8 വർഷമായിട്ട് ഞാൻ ഈ കമ്പനിയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ 2 അർത്ഥം കൂടി നിങ്ങൾ എടുക്കണം. അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ അർത്ഥം, നമ്മൾ 8 മിക്ക ആൾക്കാരും ഒരു ജോലി ശമ്പളം കിട്ടില്ലെങ്കിൽ എത്ര മാസം ചെയ്യും? ശമ്പളം കിട്ടില്ലെങ്കിൽ 10 കൊല്ലം അല്ലേ? അങ്ങനെയാണ്. 1-2 മാസം കഴിഞ്ഞ് അവർക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത കമ്പനി നോക്കും. അവിടെ കിട്ടിയില്ലെങ്കിലോ? ഇവിടെ ഒന്നും പോവാതെ 8 കൊല്ലം ഉറച്ചു നിന്നതിന്റെ അർത്ഥം എന്താ? ഇവിടെ കിട്ടുന്നത് തന്നെയല്ലേ? ആ വിശ്വാസത്തോട് കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല വെളിച്ചം വീശും. ഇനി എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത്, ചില ആൾക്കാർ എപ്പോഴും ചിന്തിക്കുന്നത് നാളെ ശരിയാവും, മറ്റൊന്ന് ശരിയാവും. ശരിയാവോ? ആരെങ്കിലും ശരിയാക്കി തരുമോ? ശരിയാക്കണത് ആരാ? നമ്മളാണ്. നമ്മൾ ശരിയാവാത്തിടത്തോളം കാലം ഇത് ശരിയാവാൻ പോകില്ല. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടായ ഒരു ഇൻസിഡന്റാണ് പറഞ്ഞത്. നമ്മളെല്ലാം കഴിഞ്ഞ കാലത്തെ കുറിച്ചാണ് ചിന്തിക്കാറ് അല്ലെ? വരാൻ പോണ കാലത്തിന്റെ സൗകര്യങ്ങളെ സന്തോഷങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടാവും. ഇതൊന്നും പറ്റില്ല എന്നും നമ്മൾ ഇങ്ങനെ അതുകൊണ്ട് കഷ്ടിച്ച് മുഷ്ടിച്ച് പോകണം. വരാൻ പോണ കാലത്തിന്റെ സന്തോഷങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. നേരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയണമെന്നല്ല, ഈ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നവർ മാത്രമേ നല്ല ലൈഫ് ഉണ്ടാക്കിയിട്ടുള്ളൂ. പാസ്റ്റിനെ കുറിച്ച്, കഴിഞ്ഞ കാലത്തെ കുറിച്ച് ചിന്തിക്കുന്നവർ എന്നും കുടുംബത്തണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൂ. വീട്ടിലെ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരം തുടങ്ങി കഴിഞ്ഞാൽ അത് അടിയിൽ കലാശിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒരു പഴയത് തോണ്ടാൻ കഴിയും. അന്ന് നിങ്ങൾ അത് പറഞ്ഞില്ലേ? ഒടുങ്ങി അവിടെ. ഈ മറ്റുള്ള കണ്ടപ്പോ എന്താണ് പറഞ്ഞെന്താ? അപ്പോ കഴിഞ്ഞതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാകും. ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപെട്ട് വന്നാലും മാറ്റാൻ പറ്റില്ല. കഴിഞ്ഞത് മാറ്റാൻ പറ്റുമോ? കഴിഞ്ഞത് മാറ്റാൻ പറ്റില്ല, വരാൻ പോണതേ മാറ്റാൻ പറ്റുള്ളൂ. അത് മാറ്റണമെങ്കിൽ ശക്തമായിട്ട്
വിളിച്ചുകൊണ്ട് വന്നവർ കൂടെ നിന്ന് അതിശക്തമായിട്ട് പ്രവർത്തിക്കുക. നിങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചം വീശട്ടെ, അതിനുള്ള ബുദ്ധിയും ശക്തിയും കരുതീശ്വരി തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത് മനോഹരമായിട്ട് നമ്മുടെ ലേഖാമ്മയുടെ MC കൈകാര്യം ചെയ്തു. ഹൃദ്യമായ അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ അതൊരു സാധാരണക്കാരന് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് രജീഷ് സാറിന്റെ ബിസിനസ് പ്ലാൻ പരിചയപ്പെടുത്തിയത്. അദ്ദേഹത്തിന് കൃത്യമായ നന്ദി അറിയിക്കുന്നു. എക്സ്പീരിയൻസ് പറഞ്ഞ ഒരുപാട് ലീഡേഴ്സ് സ്റ്റാർ മുതൽ എല്ലാ റാങ്കിലുള്ളവരും കുറെ അനുഭവങ്ങൾ പറഞ്ഞു. കരയിപ്പിച്ചവരും സങ്കടപ്പെടുത്തിയവരും ഒക്കെ ഉണ്ട്. പക്ഷെ ചില അമ്മമാരുടെയൊക്കെ സംസാരം കേട്ടാൽ എനിക്ക് തോന്നും ഇവരൊക്കെ എന്തിനും നമ്മളെ കൊടുങ്ങിരുത്തിയേക്കുന്നതെന്ന്. ഇവർക്ക് ഇഷ്ടമായ അനുഭവങ്ങളുണ്ട്. അവരൊരിക്കലും മസാല അജനോട്ടം ചേർത്തിട്ടല്ല സംസാരിച്ചത്. നാച്ചുറലാ, അവരുടെ ഹാർട്ടിൽ ഉള്ളുന്ന വരുന്നത്. അവർക്ക് അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ഞങ്ങളുടെ അതിഥികളായിട്ട് സുഹൃത്ത് വിളിച്ചപ്പോ സമയമില്ലെങ്കിലും സമയം ഉണ്ടാക്കി ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയ ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ സംശയം നിങ്ങളുടെ ബ്രെയിനിലും ഹൃദയത്തിലും വെച്ച് പോകാതെ ഇവിടെ തന്നെ വെച്ച് ക്ലിയർ ചെയ്തിട്ട് പോവുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. നമുക്ക് ഒറ്റ കുടുംബമായിട്ട് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കാം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.